വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേയായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും വെരി വെരി ഹാപ്പി ഓണം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ രാവിലെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. നല്ല അടിപൊളി നല്ല മൊരിയുന്ന ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഉമ്മ. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ ഇവിടെ പൊതുവെ ഫുൾ വെജായിരിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നേരെ പോയി കുളിച്ചിട്ടാണ് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. അപ്പോൾ എൻ്റെ കണ്ണ് കണ്ടോ നല്ല ഡാർക്ക് സർക്കിൾസ് ആയിട്ടുണ്ട്, ഉറക്കം കുറവാണ്. അപ്പോൾ ബാക്കി ഉമ്മ അവിടെ തകർത്ത് പാചകം ചെയ്യുകയാണ് കേട്ടോ, സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്കി വിഷ്വൽസ് നമുക്ക് സദ്യയുടെ കാണാം. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് നേരെ ടേബിളിലേക്ക് നോക്കിയപ്പോൾ ഇതാ നല്ല ചൂട് ഇഡ്ഡലി, ഉഴുന്നുവട, സാമ്പാർ, ചട്നിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ചൂട് കട്ടനും കൂടി ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉഷാറായി. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഉമ്മ ഓൾറെഡി സദ്യയുടെ കുറച്ച് സാധനങ്ങൾ, വിഭവങ്ങളുടെ സംഭവങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഐറ്റംസും ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി എല്ലാത്തിനെയും പേര് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. കൂട്ടുകറി, ഓലൻ, പച്ചടി, കിച്ചടി, അങ്ങനെ മുതലായ കറികളൊക്കെ ഉണ്ടല്ലോ. അതായത് സദ്യയുടെ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ മെയിൻ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ ഓൾറെഡി കുറേ സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ ഡ്യൂട്ടി അല്ലേ, നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഉമ്മായെ കുറേയൊക്കെ സദ്യയുടെ ഇതിന് സഹായിക്കാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷെ എന്താ ചെയ്യാൻ, ഉറക്കത്തിൻ്റെ ക്ഷീണം കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് മയങ്ങാൻ പോയി വന്നപ്പോഴേക്കും ബാക്കി വിഭവങ്ങളൂടെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഓരോ പാത്രങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഓണപരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണമൊക്കെ. എനിക്ക് ഡ്യൂട്ടിക്ക് ഒരു പഞ്ഞുമില്ല കേട്ടോ. ഓണമായിട്ടും ഭാഗ്യത്തിന് നൈറ്റ് ആയതുകൊണ്ട് ഡേയിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റി. അങ്ങനെ ഫൈനലി പായസം, നമ്മുടെ ഇവിടെ അടയായിരുന്നു കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇളക്കൽ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മൾ 2 കിച്ചൺ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളൊരു മെയിൻ കിച്ചണും പിന്നെ സെക്കൻഡറി ആയിട്ടൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. അപ്പോൾ എക്സ്ട്രാ കുക്കിംഗ് പരിപാടികളെല്ലാം നമ്മൾ വർക്ക് ഏരിയയിലായിരിക്കും കുക്ക് ചെയ്യണേ. അങ്ങനെ അടുക്കളയിൽ ബാക്കി പരിപാടി നടക്കുമ്പോൾ വർക്ക് ഏരിയയിൽ ഞാനിങ്ങനെ പായസം ഇളക്കായിരുന്നു. അങ്ങനെ ഫൈനലി നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴിക്കാൻ ടൈമായി. നമ്മൾ ടേബിൾ എല്ലാവരും കൂടെ ഫാമിലി ഫുൾ ഞങ്ങൾ 4 പേരൂടെ ഒരുമിച്ചിരുന്നായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കണേ. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലേറ്റായിട്ടോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വൈകിട്ട് കയറേണ്ടതല്ലേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നേരെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പോകുന്ന വിഷ്വൽസ് ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും ടൈം കിട്ടിയിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കോമൻറ്റ്.